ഇവർ ഹൈദരാബാദ് സീരിയലിന്റെ 52ാമത്തെ എപ്പിസോഡാണ്. അജയ് കയറുമ്പോ മുത്തശ്ശി എണീറ്റ് പോവാണ്. അജയ് എല്ലാരെയും നോക്കി ഒന്നും പറയാൻ നിൽക്കാതെ പോകാൻ തുടങ്ങുമ്പോൾ സത്യദാസ് പിടിച്ചു വെച്ചിട്ട് വയ്ക്കും, എന്താ ഭവാനിയും അഞ്ജനയും കാണാതായതിന്റെ അന്വേഷണത്തെക്കുറിച്ച് നീ ഒന്നും പറയാത്തത്? നീ അന്വേഷിക്കുന്നില്ലേ? ഹോ, ഒരു ശല്യം പോയി കിട്ടിയെന്നുള്ള സമാധാനത്തിലാണോ നീ? അജയ് പറയും, വല്യമാവൻ എന്നെ കുറിച്ച് അറിയാലോ, അങ്ങനെ ചിന്തിക്കുന്ന ആളാണോ ഞാൻ? അന്വേഷിക്കുന്നുണ്ട്, എന്തെങ്കിലും വിവരം കിട്ടിയാൽ പറയാൻ. സത്യദാസ് പറയും, നീ ഇനി അന്വേഷിക്കേണ്ട, അവരെ നീ കൂട്ടിക്കൊണ്ടുവന്നാൽ മാത്രം മതി. അവരെവിടെയാ ഉള്ളത്? സംഗീത പറയും, ഒരു വാടക വീട്ടിലാ, അയൽവാസിയാ ഇവിടെ വന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ പോയി കണ്ടു. വല്ലാത്തൊരവസ്ഥയാണ്, കണ്ടപ്പോഴേ സങ്കടം വന്നുപോയി. അജയ്ക്കും നിങ്ങൾക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരായിരുന്നില്ലേ? മാധവൻ പറയും, ശ്രമിച്ചു, വന്നില്ല. സത്യദാസ് പറയും, നീ അവിടെ ചെന്ന് അവളെ അഞ്ജനയെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് വാക്കു കൊടുക്കണം, എന്നാലേ അവര് ഈ വീട്ടിലേക്ക് വരുള്ളൂ എന്നാ പറയുന്നത്. അജയ് മുഖം തിരിക്കട്ടോ. സത്യദാസ് കൈ പിടിച്ചിട്ട് പറയും, നീ പോയി അവരെ കൂട്ടിക്കൊണ്ടുവാടാ. അജയ് പറയും, വല്യമാവൻ തന്നെ ഇത് പറയണം, എല്ലാം ഞാൻ പറഞ്ഞതല്ലേ. സത്യദാസ് പറയും, വീട്ടിലെ സന്തോഷവും സമാധാനവും തിരികെ കിട്ടണമെങ്കിൽ വേറെ ഒരു വഴിയുമില്ല. ഭവാനിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും ഞാനാണ് പിന്നിലെന്നാ അവര് പഴിക്കാറുള്ളത്. ഇപ്പൊ നിനക്ക് പിന്നിലും ഞാനാണെന്ന് അവള് പറയും. അതുകൊണ്ട് ഇനിയോ അവളുടെ ശാപവാക്കുകൾ കേൾക്കാൻ എനിക്ക് വയ്യ. മോനെ, നീ പോയി കൂട്ടിക്കൊണ്ടുവാ, എനിക്ക് വേണ്ടി വേണ്ടി നീ ഒന്ന് കൂട്ടിക്കൊണ്ടുവാ. അജയ് പറയും, നിങ്ങളെയൊക്കെ ഓർക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. നിങ്ങളുടെയൊക്കെ വാക്കിന് വില കൊടുക്കുന്നില്ലെന്ന് തോന്നരുത്. ഇതൊരു ജീവിതം കൊണ്ടുള്ള കളിയാ വല്യമ്മാവ. എന്റെ തീരുമാനം മാറ്റില്ല. കല്യാണത്തിന് സമ്മതാണെന്ന് വാക്കുകൊടുത്ത് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് അജയ് അവിടുന്ന് പോകും. സത്യദാസും സംഗീതയും മാധവനും വല്ലാത്ത സങ്കടത്തിലായി നിൽക്കാട്ടോ. പിന്നെ കാണിക്കുന്നത് സത്യദാസ് ക്ഷേത്രത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നും പ്രാർത്ഥിക്കാൻ ഒരേ വിഷയം, ഭാര്യയും മകളും. സുമിത്രയെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ തിരിച്ചറിയും, അവൾക്ക് എന്നെയും. പക്ഷെ അങ്ങനെയല്ല എന്റെ മകളെ നേരി കണ്ടാൽ പോലും ഞാൻ തിരിച്ചറിയില്ല. എന്റെ മോൾക്കും എവിടെയാണ് എന്റെ മകൾ? അപ്പൊ ഉണ്ടാവും ഭൂമി അതേ ക്ഷേത്രത്തില് സത്യദാസിന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നേ. ദൈവം കാണിച്ചു കൊടുക്കാണ്, പക്ഷെ അത് സത്യദാസിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഭൂമി അവിടെ നിന്ന് ഇറങ്ങും. എന്തൊരു പരീക്ഷണാണ് ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് സത്യദാസ് ഇറങ്ങാണ്. ഈ സമയം കമാല് അവിടെ ഭൂമിയെ കാത്തു നിൽപ്പുണ്ട്. നല്ല ഇരുട്ടാണ്, അധികം ആൾക്കാരും ഇല്ല. ഇതേ സമയം ഭൂമി മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാട്ടോ. ഒന്നും അറിയണ്ടല്ലോ, ഞാൻ എങ്ങനെ ജീവിക്കുന്നു, മനസ്സിന് സമാധാനം ഉണ്ടോ? എല്ലാം അറിയാം, പക്ഷെ ഒന്നും ചെയ്യില്ല. എന്തിനാ എന്റെ അച്ഛൻ ഇത്രയും പെട്ടെന്ന് കൊണ്ടുപോയത്? എന്നെ കുറിച്ച് എന്താ ഓർക്കാതിരുന്നത്? അറിയാം എന്താ മറുപടിന്ന്. ഭഗവാൻ ഒരുപാട് ഇഷ്ടമുള്ളവരെ കൊണ്ടുപോകും, അതല്ലേ. അച്ഛൻ സുഖമായിട്ട് കഴിയട്ടെ, കൊണ്ടുപോയിക്കോ. പക്ഷെ അതിന് എന്റെ അമ്മയെ കൊലയാളിയാക്കണമായിരുന്നോ? ആ പാവത്തിന് എന്തിനാ ശിക്ഷിക്കുന്നത് എന്നൊക്കെ കരഞ്ഞു പ്രാർത്ഥിക്കുക. ശേഷം ഭൂമി അവിടെ നിന്ന് ഇറങ്ങും. ഇതെല്ലാം കമല് ശ്രദ്ധിക്കുന്നുണ്ടേ. അങ്ങനെ ഭൂമി ചെരുപ്പിടാനായി പുറത്തേക്ക് വരുമ്പോ ഭൂമി എന്ന് വിളിച്ച് സത്യദാസ് അടുത്തേക്ക് വരും. ഇത് കാണുമ്പോ കമല് മാറി നിൽക്കുവേ. ഭൂമി അറിയും, ഞാൻ ഭഗവാനെ ഒന്ന് ശകാരിച്ചു വരിക. അത്രയ്ക്ക് തന്റേടോ? ഭൂമി അറിയും, തന്റേടോ അല്ല, ഇഷ്ടം, സ്നേഹം, അങ്ങനെ എന്തും പറയാലോ. പോലീസ് തലവനായിരുന്ന ഒരാളോട് ഒരു ചായക്കടക്കാരി എന്തൊക്കെ പറയുന്നു, എന്ത് കാര്യം? അപ്പോ സത്യദാസ് പറയും, സ്നേഹം, ഇഷ്ടം. ഭൂമി അറിയും, കറക്റ്റ്. സാറ് ആലോചിച്ചിട്ടുണ്ടോ, ഒരേ സമയത്ത് എത്ര കോടി പേരായിരിക്കും സന്തോഷവും സങ്കടവും പറയാ? എല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് തീർപ്പാക്കാൻ കഴിയോ? സാറിന്റെ പരാതിയും ഫയലിലുണ്ട്, അതും തീർപ്പാക്കും. ഞാനിപ്പോ സാറിന്റെ മുന്നിൽ നിൽക്കുന്ന പോലെ അഭിരാമി വന്ന് നിൽക്കും. സത്യദാസ് പറയും, യെസ്, ആ വിശ്വാസ എന്റെ ബാക്കി ജീവിതം. അങ്ങനെ പിന്നെ ഭൂമിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കണേ. കൂട്ടിന് ആരുണ്ട്? അച്ഛനും അമ്മയും. അപ്പൊ സത്യദാസ് ചോദിക്കും, എന്റെ വീട്ടിലേക്ക് വരുന്നോ? എന്റെ കൂടെ കുടിക്കോ? ഞാനും ഒറ്റയ്ക്കല്ലേ. ഭൂമി അറിയും, താങ്ക്സ്, എനിക്ക് ആ വീടും ആ കാറും ഉപേക്ഷിക്കാൻ കഴിയില്ല. ഓർമ്മകൾ മാത്രം നിറയെ. എന്തായി അമ്മയുടെ കാര്യങ്ങള്? എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ പറയണേ. വേണ്ട സാർ, ഇപ്പൊ ഒന്നും വേണ്ട. എന്തെങ്കിലും വേണ്ടി വന്നാ ഞാൻ അങ്ങോട്ട് ചോദിച്ചോളാം. എങ്ങനെയാ വന്നത്? നടന്ന്, അവിടെ അടുത്താണല്ലോ. എങ്കിൽ ശരി സാർ എന്ന് പറഞ്ഞ് ഭൂമി അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ഭൂമി അങ്ങോട്ട് പോകുമ്പോ തന്നെ കമാല് പിന്നാലെ വന്ന് ഭൂമിയുടെ ഷോൾ അങ്ങ് മുറുക്കി പിടിക്കുകയാണ്, അതായത് കഴുത്തിൽ അമർത്തുകയാണ്. സാറേ എന്ന് ഭൂമി ഉറക്കെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ കമാൽ അമർത്തുമ്പോഴേക്കും പെട്ടെന്ന് കമാൽ അങ്ങ് തെറിച്ച് വീഴും. അപ്പോഴേക്ക് സത്യദാസ് വന്നൊരു ഒറ്റ ചവിട്ട് കൊടുക്കാട്ടോ. പിന്നെ രണ്ടുപേരും കൂടെ അടിപിടിയാവട്ടോ. ഭൂമി ആകെ പേടിച്ചു സാറേ എന്ന് വിളിച്ച് ഭയത്തോടെ നിൽക്കണേ. അങ്ങനെ സത്യദാസ് അവനെ ആ കമാലിനിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് കാലിൻ്റെ മുട്ടൊക്കെ മടക്കിയിട്ട് കമാലിൻ്റെ ആ മുഖം മൂടി ഇങ്ങോട്ട് വലിച്ചൂരട്ടോ. ഇത് സത്യദാസ് കാണുന്നില്ല മുഖം. ആ സമയം ഭൂമി ഈ മുഖം കാണും. പെട്ടെന്ന് തന്നെ അയാൾ ആ മുഖം മൂടി പിടിച്ച് താഴ്ത്തും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു മിന്നായം പോലെയാണ് ഭൂമി കാണുന്നത്. അങ്ങനെ സത്യദാസിനെ പിടിച്ച് ഉന്തുന്ന കാണുമ്പോൾ ഭൂമി ഇങ്ങനെ തിരയുമ്പോൾ അവിടെ ഒരു ട്യൂബ് ഉണ്ട് കേട്ടോ. ആ ട്യൂബ് എടുത്ത് കമാലിൻ്റെ ദേഹത്ത് ഒരൊറ്റ അടി വെച്ച് കൊടുക്കും പുറത്ത്. കമാലിന് നല്ല വേദനയാവുന്നുണ്ട്. സത്യദാസും വന്ന് അടിക്കും. അപ്പോഴേക്കും കമാൽ അവിടെ നിന്ന് ഓടിപ്പോകും. ഭൂമി ഓടി സത്യദാസിൻ്റെ അടുത്തേക്ക് വരും. എന്തെങ്കിലും പറ്റിയോ സാറേ? ഇല്ല മോളെ, ഒന്നുമില്ല. ഭൂമി ഇങ്ങനെ സത്യദാസിന്റെ കൈയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്, മുറിവൊക്കെ ആയോന്നേ. അയാൾ എന്നെ പിന്തുടരുന്നുണ്ട്. സത്യദാസ് പറയും, അവനെ ഞാൻ പൊക്കിക്കോളാം, ഈ രാത്രി എന്തായാലും മോള് വീട്ടിൽ പോണ്ട. ഭൂമി പറയും, പ്രശ്നമൊന്നുമില്ല സാർ. ഉണ്ട്, ഇന്ന് എന്റെ കൂടെ നിൽക്കേ, വാ. ഭൂമി മടിച്ചു നിൽക്കുമ്പോ, മോളെ അച്യുതം വിളിക്കുകയാണെന്ന് കരുതിയാൽ മതി, വാ. അങ്ങനെ സത്യദാസ് ഭൂമിയുടെ കൈ പിടിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ പിന്നീട് ഇവർ കാറിൽ ഇങ്ങനെ പോകുമ്പോ ഭൂമി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സത്യദാസിനെ നോക്കും. എന്നിട്ട് അറിയും, സാറിന്റെ മെമ്മറിയിൽ ഇപ്പൊ ഒരു ബ്യൂട്ടിഫുൾ ചിത്രമാണല്ലോ.
സത്യദാസ് ചോദിക്കും എങ്ങനെ മനസ്സിലായി? ആ സാറിന്റെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാം. എന്താ ഓർത്തത്? സത്യദാസ് പറയും പണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അഭിരാമി അമ്മയുടെ മടിയിലായിരിക്കും. അവിടെ ഇരുന്ന് അവള് വാശി പിടിക്കും എന്റെ മടിയിലിരിക്കാൻ. വീട്ടിലെത്തി മടിയിലിരുത്തിയിട്ട് വണ്ടി ഓടിക്കുന്ന പോലെ അഭിനയിക്കും. അഭിരാമിയെ സാർ എന്താ വിളിച്ചിരുന്നത്? അപ്പു. ഭൂമിക്കും ആണായിട്ടാണോ വളർത്തിയത്? അങ്ങനെയല്ല, അഭിരാമിയെ അടിച്ചൊതുക്കി അപ്പു ആക്കിയതാ. അപ്പൊ അമ്മ എന്താ വിളിക്കുക? അതോ അച്ചപ്പു. ഭൂമി ചിരിച്ചിട്ട് വയ്ക്കും അച്ചപ്പ ലോഹിച്ചാണോ? അച്ഛന്റെ അപ്പു ലോഹിച്ചതാ. ചിലപ്പോ അവളുടെ അമ്മ ദേവിന്ന് വിളിക്കും. ചില സമയം അതിന്റെ മുന്നില് ശ്രീയും ഉണ്ടാവും. അപ്പു പിണങ്ങും. സുമിത്രയ്ക്ക് സങ്കടാകും. പിന്നെ അപ്പുവിന്റെ പിണക്കം മാറ്റാൻ കുറച്ച പാടാ. അവസാനം ഒരു ചോക്ലേറ്റിൽ ഒത്തുതീർപ്പാവും. ആമീന്നൊരു പേരൂടെ സുമിത്ര വിളിക്കും. അപ്പൊ ഭൂമി അറിയും ആമിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സത്യദാസ് പറയും ഇന്നൊരു ദിവസം വേണമെങ്കിൽ എന്റെ അഭിരാമി അയക്കോ? എന്താ? ആഹാ പരകായ പ്രവേശം. കേറിക്കോ കേറിക്കോ എന്ന് പറഞ്ഞ് ഭൂമി അറിയും ഇപ്പൊ അഭിരാമിയായി. ഇങ്ങനെ ഒരു 12 മണിക്കൂർ നിൽക്കും. സത്യദാസ് പറയും മതി മതി. സത്യദാസ് പറയും വീട്ടിൽ കഴിക്കാനൊന്നുമില്ല, സെർവന്റ് ലീവാ, നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ഭൂമി അറിയും അതൊന്നും വേണ്ട, ഒരു കോഫി ഹൗസുകാരി ഇവിടെ ഉണ്ടല്ലോ. സത്യദാസ് ചോദിക്കും കോഫി ഹൗസോ? അല്ല അപ്പുണ്ടല്ലോ അടുക്കള കയറാം. അതൊന്നും വേണ്ട. ഭൂമി അറിയും ദേ അപ്പു തീരുമാനിച്ചു, അനുസരിച്ചു പോരെ. അങ്ങനെ അവര് സന്തോഷത്തിലാണ് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തിക്കഴിഞ്ഞാ അകത്ത് കയറും. അപ്പു അടുക്കള കയറട്ടെ. ക്ഷേത്രത്തിൽ പോയ വേഷത്തിലോ? ഡ്രസ്സ് മാറാം, വാ നമുക്ക് നോക്കാം. അകത്ത് കയറുമ്പോ തന്നെ ഭൂമി ചുറ്റിലും നോക്കൂട്ടോ. ഡ്രസ്സൊക്കെ അലങ്കോലായിട്ടിട്ടുണ്ട്. അങ്ങനെ സത്യദാസ് പറയും ദാ ഈ കബോർഡിൽ നിറയെ സുമിത്രയുടെ ഡ്രസ്സുകളാ, 22 വർഷം മുന്നേ ഉള്ളതാ. ഭൂമി ഇങ്ങനെ അതില് കബോർഡ് തുറന്ന് ഒരു ഡ്രസ്സ് ഇങ്ങനെ എടുക്കുമ്പോ സത്യദാസ് വയ്ക്കും എന്താ ഞാൻ ഈ ഡ്രസ്സ് എവിടെയോ വെച്ച് കണ്ടതുപോലെ, എങ്കിലും അത് തന്നെ സെലക്ട് ചെയ്തോ. സത്യദാസ് അവിടുന്ന് പോകുമ്പോ ഭൂമി ആ ഡ്രസ്സിൽ തന്നെ നോക്കി നിൽക്കും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമി ഈ ഡ്രസ്സൊക്കെ മാറി കിച്ചണില് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. സത്യദാസ് വരും നല്ല സന്തോഷത്തില്. അപ്പൂന് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്. അപ്പൊ ഭൂമി അറിയും അപ്പൂന്റെ അമ്മയുടെ ഡ്രസ്സല്ലേ, ഇണങ്ങുമല്ലോ. അങ്ങനെ സത്യദാസ് ഭൂമിയുടെ അടുത്ത് തന്നെ നിന്ന് ഭൂമി ചെയ്യുന്നൊക്കെ നോക്കും. കൈയൊക്കെ ഇങ്ങനെ തുടച്ചൊക്കെ കൊടുക്കൂട്ടോ. പിന്നീട് സത്യദാസിന് പെട്ടെന്ന് തന്റെ സുമിത്ര അടുത്ത് വന്ന് ചെയ്യുന്ന പോലെ തോന്നും. ഭൂമിക്കും എന്താ? അല്ല അപ്പു ചെയ്തിരുന്നത് പോലെ തന്നെയാ സുമിത്രയും ചെയ്തിരുന്നത്. ഭൂമി അറിയും സ്വാഭാവികം, 10 ഗുണം 10 ഗുണം. ഞാൻ സഹായിക്കട്ടെ. ഭൂമി ഊരിൽ കൈ വെച്ചിട്ട് പറയും ഹലോ, ഇത് കരിമ്പങ്കാടാണെന്ന് കരുതിയോ? ആന കയറണ്ട. സത്യദാസ് ഒന്ന് ഞെട്ടും. പെട്ടെന്ന് സുമിത്ര പറഞ്ഞ അതേ കാര്യങ്ങളെ അത് ആലോചിക്കണേ. വേണ്ട, കരിമ്പിങ്കാടാക്കണ്ട ഇത്. സത്യദാസ് വീണ്ടും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സുമിത്രയെ പോലെ തന്നെ തോന്നുകയാണ്. സുമിത്ര ചെയ്യുന്ന കാര്യങ്ങൾ പോലെ തന്നെ. പിന്നീട് മനസ്സിനൊന്ന് ശാന്തമാക്കും. പിന്നെ അല്ല രണ്ടാളും കൂടെ ഭക്ഷണം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുക. സത്യദാസ് പെട്ടെന്ന് കൈ കഴുകി വരുമ്പോഴേ ഭൂമി അറിയും എന്റെ പൊന്നു സാറേ കൈയൊന്ന് വൃത്തിയായി സോപ്പിട്ട് കഴുകു, പുറത്തൊക്കെ പോയി വന്നതല്ലേ. പെട്ടെന്ന് സുമിത്ര പറയണ പോലെ തോന്നും. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? സത്യദാസ് ഇങ്ങനെ ചിരിക്കുമ്പോ ഭൂമി അന്തം വിട്ട് നോക്കുക. അങ്ങനെ സത്യദാസ് ഭൂമി പറഞ്ഞ പോലെ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് അവിടെ വന്നിരിക്കൂട്ടോ. ഭൂമി തന്നെ നല്ല സന്തോഷത്തില് സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പി കൊടുക്കും. ഭൂമിയും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യദാസ് പറയും സുമിത്ര ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. ഭൂമി അറിയും സ്വാഭാവികം, അമ്മ ഉണ്ടാക്കുന്നത് കണ്ടല്ലേ അപ്പു പഠിക്കൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഭൂമി വയ്ക്കും സാർ ഞാൻ സ്വയം അഭിരാമയായി മാറിയത് ഓവറായോ? സത്യദാസ് പറയും അപ്പൊ ഇങ്ങനെ ഓവറാവും, കറക്റ്റാ. ഭൂമി വീണ്ടും കൊടുക്കുമ്പോൾ സത്യദാസ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇരിക്കട്ടെ കുറച്ചുകൂടെ കലോറി. സത്യദാസ് ഒന്നുകൂടെ ഞെട്ടും. കാരണം അതും സുമിത്ര പറയുന്ന പോലെ തന്നെ. അങ്ങനെ രണ്ടുപേരും അച്ഛനും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വിളമ്പിക്കൊടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാലേ ഭൂമി പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് സത്യദാസ് പിന്നാലെ വന്ന് നിന്നിട്ട് വയ്ക്കും ഞാൻ സഹായിക്കണോ അപ്പു? ഭൂമി അറിയും ആന അവിടെ നിന്നാ മതി. അങ്ങനെ അതും കഴിഞ്ഞാല് ഹോളിലെത്തിക്കഴിഞ്ഞാൽ ഭൂമി അറിയതേ അപ്പു നീ റൂമിലാ കിടക്കുന്നത്. ആയിക്കോട്ടെ ഗുഡ് നൈറ്റ് എന്ന് സത്യദാസ് പറയുമ്പോൾ ഭൂമിയും തിരിച്ചു പറഞ്ഞ റൂമിലേക്ക് പോകും. സത്യദാസിന്റെ റൂമിലേക്കും. പിന്നീട് രാവിലെ നേരം വെളുത്തിരിക്കുക. സത്യദാസ് എണീക്കുന്നേ ഉള്ളൂ. ഭൂമി ഉണർന്ന് കാണോ എന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോ പെട്ടെന്നൊരു ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേട്ട് സത്യദാസ് ഞെട്ടിപ്പോവും. അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.